നിങ്ങൾക്ക് 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങി നിൽക്കാൻ കഴിയൂല. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് പിണങ്ങി നിൽക്കാൻ കഴിയില്ല. പിണങ്ങി നിൽക്കാനും പാടില്ല ഒരു മനുഷ്യനോടും. ഇതെല്ലാം നമ്മളെ ബ്ലോക്കിലേക്ക് നയിക്കും. ഇതെല്ലാം നമ്മളെ ബ്ലോക്കിലേക്ക് നയിക്കും. നമ്മൾ അത്ര ആൾക്കാരല്ല. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ചെവിയിലേട്ടല്ല, നിങ്ങളുടെ ഹൃദയത്തിലേട്ടല്ല, നിങ്ങളുടെ ആത്മാവിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിലേക്ക്. ഇനി നിങ്ങൾക്ക് വേണ്ടത് പ്യൂരിഫിക്കേഷൻ ആണ്. ആ പ്യൂരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഇമോഷൻ ഹോൾഡ്, ഒരാളുടെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ പിണങ്ങി നിൽക്കരുത് എന്ന് പറയുന്നത്? നമുക്ക് പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലോക്ക്, അവിടെ ഒരു മതില് പണിയാണ് നമ്മൾ. നമുക്കും പരമാത്മാവിനുമുള്ളിൽ, നമുക്കും പരാശക്തിക്കുമുള്ളിൽ, നമുക്കും ഈശ്വരനുമുള്ളിൽ, നമുക്കും ദൈവത്തിനുമിടയിൽ, നമുക്കും അള്ളാഹുവിനും ഇടയിൽ നമ്മൾ ഒരു മതില് പണിത് വെക്കുകയാണ്. അങ്ങനത്തെ മതിലുകൾ പണിയരുത്. അങ്ങനത്തെ മതില്, നിങ്ങളുടെ സോളിനെ നിങ്ങൾ പ്യൂരിഫിക്കേഷൻ ചെയ്യണം. സോളിനെ പ്യൂരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അസാമാന്യമായ ഒരു മൈൻഡ് പവർ, അതാണ് ശാസ്ത്രീയമായ മൈൻഡ് പവർ, യഥാർത്ഥ മൈൻഡ് പവർ. എന്തിനേയും നേരിടാൻ കഴിവുള്ള, എന്തു വന്നാലും, ലോകം തന്നെ ഇടിഞ്ഞു പോയാലും, ലോകം തന്നെ നഷ്ടപ്പെട്ടു പോയാലും, യഥാർത്ഥ ഞാൻ, ഈ ഞാനല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഞാനല്ല, ഞാനെ മുഴുവൻ കഴുകിക്കളയാം. എങ്ങനെയാണ് ശ്വാസം ഉള്ളിലേക്ക് കയറി പോകുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് ഓക്സിജൻ പോകുന്നത്, ആ ഓക്സിജൻ പോയി നമ്മളുടെ മുഴുവൻ ശരീരഭാഗങ്ങളെയും, തലമുടി നാരുകളെ പോലും, തലമുടിയെ പോലും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ശ്വാസം പോയി ഇങ്ങനെ സജീവമായി നിർത്തുന്നത്? ആ ശ്വാസം പോയി സജീവമാകുന്ന മുഴുവൻ മേഖലകളിലും, അതാണ് നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവ്. ആ മുഴുവൻ മേഖലയും നിങ്ങൾ പ്യൂരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ നിങ്ങൾക്ക് സമാധാനമായിരിക്കും. 24 മണിക്കൂർ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കേജുകൾ മാറും, നിങ്ങളുടെ ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് മാറും. ഒരുപാട് പേരുണ്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളായിട്ടുള്ളത്, റിലേഷൻഷിപ്പ്, സ്നേഹിക്കുന്നവർ തമ്മിലുള്ള പ്രശ്നം, കുടുംബ ബന്ധത്തിലെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്യൂരിഫൈ ചെയ്യണം. നിങ്ങൾ പ്യൂരിഫൈ ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങള്, വികാരങ്ങള്, ഇതൊക്കെ ഈ ആത്മാവിനെ പ്രതികരിക്കും. ആത്മാവ് അതിന്റെ ഈഗോ ഇല്ലാതാക്കണം. ഇവിടെ സംശയത്തോടുകൂടി വന്നിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. ഇവിടെ സംശയത്തോടുകൂടി വന്നിരിക്കുന്നത് എത്ര വലിയ ആളായാലും നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. ആ സംശയം എല്ലാം നിങ്ങൾ ഇവിടെ വിട്ടേക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആരെങ്കിലും വന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടൂല. ഇവിടെ നിന്ന് ഒന്നും കിട്ടൂല. അവർ പോകുമ്പോ ഒന്നും ഇല്ലാതെ പോകും. വെറുതെ കാണാൻ വേണ്ടി കയറുന്നവരാണെങ്കിൽ വെറുതെ കണ്ടിട്ട് ഇറങ്ങിപ്പോകാനേ പറ്റുള്ളൂ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിക്കുക.